സാന്തനത്തിൻ്റെ ഇനി വരാനുള്ള ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര എന്തായാലും കോളേജിലേക്കൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞതെല്ലാം മറന്ന് കോളേജിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. മീനാക്ഷിയുടെ കൂടെ ഇനി മിത്ര പോകുന്നത്. രണ്ടുപേരും രണ്ട് വഴിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഒന്നിച്ച് പോകുന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് മീനാക്ഷി മിത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. കോളേജിലെ കൂട്ടുകാരിമാരൊക്കെ പലതും പറഞ്ഞ് കളിയാക്കും. അതായത് കല്യാണം ഉറപ്പിച്ചതും പിന്നീട് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരാളെ വിവാഹം കഴിച്ചതിനൊക്കെ കളിയാക്കലൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട, നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക, നിൻ്റെ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നീ ചിന്തിക്കുക, പഠിക്കുക, അതിന് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ശരിക്കും ഇത്രയും മീനാക്ഷി നല്ല കൂട്ടുകാരികളെ പോലെ ആവുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗോമതിയും ബാലനും കൂടെ വരുന്ന വഴിക്ക് ആങ്ങളന്മാർ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്തായാലും അച്യുതവർമ്മയ്ക്ക് എന്നെ കുറച്ച് സാമർത്ഥ്യം കൂടുതൽ. അച്യുതവർമ്മ ബാലനെയും ഗോമതിനെയും തടഞ്ഞു നിർത്തി സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ച് അപമാനിക്കുന്നുണ്ട്. ഞങ്ങളെ സ്വർണം തിരിച്ചു തരണം, അല്ലെങ്കിൽ നിൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ബാലനൊന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ ബാലൻ്റെ അടിക്കാനായിട്ട് വരെയും കൈ പോകുന്നുണ്ട്. പക്ഷേ ആ കയ്യിൽ ആരും പ്രതീക്ഷിക്കാതാണ് സംഭവിക്കുന്നത്. ആങ്ങളയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ഗോമതി. അന്ന് വരെയും കാണാത്തൊരു മുഖമാണ് ഗോമതിക്ക് നമ്മുടെ ബാലൻ കാണുന്നത്. നല്ല അടി തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇത്രയും നാളും പറഞ്ഞതൊന്നും ആയിരിക്കില്ല, ഇനി ബാലേട്ടനെ വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞ് ആ കൈ പിടിച്ച് തിരിച്ച് താഴത്തേക്ക് ഇടുന്നു ചെയ്യുന്നത്. ഗോമതിയുടെ ആ മുഖം കാണുമ്പോൾ ശരിക്കും ബാലന് ആകെ ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ബാലൻ വിചാരിക്കുന്നുണ്ട്, ഗോമതിക്ക് ഇത്രയ്ക്കും ധൈര്യമോ, ആങ്ങളമാരുടെ മുഖത്ത് പോലും നോക്കാൻ ധൈര്യമില്ലാത്ത ആളായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ പോയ മിത്രയ്ക്ക് സംഭവിക്കുന്നതെല്ലാം മിത്ര കൂട്ടുകാരിനെയും കൊണ്ട് മിഥുൻ താമസിച്ചിരുന്ന വീട് അന്വേഷിച്ച് പോകുന്നുണ്ട്. മിഥുൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ കൂട്ടുകാരി ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല, വീട് എവിടെയെന്ന് പറഞ്ഞു തന്നിട്ട് അറിയുള്ളൂ. നീ അപ്പോൾ ഇവിടേക്ക് ഇന്ന് വരെ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരി. ഞാൻ എന്തിനാ അവൻ്റെ വീട്ടിലേക്ക് വരണം, നീ പിന്നെ എന്ത് പ്രണയമെന്നൊന്ന് പറഞ്ഞെന്നൊക്കെ ചോദിച്ച് എന്തായാലും മിഥുൻ്റെ വീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ പൂട്ടിയിട്ടായിരിക്കുള്ളൂ. അടുത്തുള്ള വീട്ടുകാരോട് ചോദിക്കുമ്പോൾ മിഥുനും മിഥുൻ്റെ ഒരു അമ്മ ഉണ്ടായില്ല, അച്ഛനും മാത്രം കൂടി താമസിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയും. എത്ര ദിവസം എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ മിത്രയുടെ കല്യാണത്തിൻ്റെ തലേദിവസം വരെ മിഥുൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മിഥുൻ ഇവിടെ ഇല്ല, വീട് പൂട്ടിയിട്ടേക്കുന്നത് കാണുന്നുണ്ട്. എന്തായാലും മിഥുനെ കണ്ടുപിടിക്കാതെ മിത്ര പോകില്ല എന്ന് തന്നെ പറഞ്ഞ് ആ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. പിന്നീട് കൂട്ടുകാരി മറ്റൊരാളുമായി ബന്ധപ്പെടാൻ നോക്കുന്നുണ്ട്. വേറെ ആളെ നമ്പർ മേടിച്ച് വിളിച്ച് മിത്ര കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവൻ എവിടെ ഉണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് അന്വേഷിക്കാൻ പോകുക തന്നെയാണ് ചെയ്യുന്നത്. മിത്ര സ്വർണം മേടിച്ച് കൃഷ്ണമംഗലത്തുകാർക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് മിത്ര അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ മീനാക്ഷിയും മിത്രയും ആര്യനും നല്ല സെറ്റാവാനും സ്നേഹത്തോടെ പെരുമാറാനും കഴിയാനൊക്കെ വേണ്ടിയിട്ട് മീനാക്ഷി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പറയുന്ന കാര്യങ്ങളൊക്കെ മിത്രയ്ക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം മിത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ശരിക്കും മീനാക്ഷീനെ. നല്ല ആയിട്ട് തന്നെയാണ് ചേട്ടത്തി പെരുമാറുന്നത്. എന്തായാലും ബാലൻ്റെ മുന്നിലാണോ അതോ ഇനി സഹോദരന്മാരുടെ മുന്നിൽ കാണിക്കാനാണോ എന്നറിയില്ല, മിത്രയുടെ തോളിലൊക്കെ കൈയിട്ട് നിൽക്കുന്നൊക്കെയുണ്ട് നമ്മുടെ ആര്യൻ. അവർക്ക് എന്തായാലും നല്ല സ്നേഹമുള്ള ഭാഗങ്ങളൊക്കെ ഇനി സാധനത്തിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.